യൂസ് ഡിസ്ചാർജ് അൽഗോരിതം ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വെർട്ടെക്സ് 1 to 5. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് അൽഗോരിതം വെച്ചിട്ട് ഈ ഗ്രാഫിൽ ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് 1 എന്ന് പറയുന്ന വെർട്ടെക്സും 5 എന്ന് പറയുന്ന വെർട്ടെക്സും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് അൽഗോരിതം നമുക്കൊരു പർട്ടിക്കുലർ വെർട്ടെക്സിൽ നിന്നും മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യം ഏത് വെർട്ടെക്സ് ആണോ നമ്മുടെ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് നോക്കുക. ഇവിടെ 1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു 1ൽ നിന്നുള്ള പാത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെർട്ടിസസിനെ ലേബിൾ ചെയ്യുകയാണ്. അതായത് 1 എന്ന് പറയുന്ന വെർട്ടെക്സിന് നമ്മൾ 0 എന്നൊരു ലേബിൾ കൊടുക്കുന്നു. ഓക്കെ, 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 1ന് 0 കൊടുക്കുന്നു. ബാക്കി എല്ലാ വെർട്ടിസസിനും നമ്മൾ ഇൻഫിനിറ്റി എന്നൊരു ലേബലിങ് കൊടുക്കുന്നു. ബാക്കി എല്ലാ വെർട്ടെക്സിനും നമുക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ടേബിളും കൂടെ പ്രിപ്പയർ ചെയ്ത് പോകാം. അതായത് നമുക്ക് വെർട്ടിസസിനെ അലോങ് ദ ഒരു റോ ആയിട്ട് എഴുതാം. വെർട്ടിസസിനെ ലേബിൾ ചെയ്യാം. 0 നമ്മുടെ വെർട്ടിസസ് 0, 1, 2, 3, 4, 5, 6, 7, 8 വെർട്ടിസസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെർട്ടെക്സിന് നമ്മുടെ 1 എന്ന് പറയുന്ന വെർട്ടെക്സിനാണ് 0 അസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1ന് 0 കൊടുക്കാം. ബാക്കി എല്ലാ വെർട്ടെക്സിനും നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ വെർട്ടെക്സിനും നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ചെയ്ത ലേബലിങ്ങിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ലേബൽ പെർമനൻ്റ് ആണ്. അതായത് 0 എന്ന് കൊടുത്തിരിക്കുന്ന ലേബലിനെ പെർമനൻ്റ് ലേബലായിട്ട് കൂട്ടുന്നു. ഓക്കെ, സോ ദിസ് വൺ ഈസ് ദ പെർമനൻ്റ് ലേബൽ. അപ്പോൾ നമുക്കിവിടെ 0നെ പെർമനൻ്റ് ലേബലായിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് 1 എന്ന് പറയുന്ന ഈ വെർട്ടെക്സിലാണ് നമ്മൾ 0 അസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 1ൽ നിന്നും 1നോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിൻ്റെ ഉള്ള ലേബലിങ് നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. അതായത് ഈ 1 എന്ന് പറയുന്ന വെർട്ടെക്സിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഇപ്പോൾ 2ഉം 0യും 7ഉമാണ്. അപ്പോൾ 1നോട് 2 അഡ്ജസൻ്റ് ആണ്. 2വിൻ്റെ ലേബൽ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2വിൻ്റെ ഇപ്പോഴത്തെ ലേബലിങ് ഇൻഫിനിറ്റി ആണ്. 2 എന്ന് പറയുന്ന വെർട്ടെക്സിന് ഇപ്പോഴത്തെ ലേബൽ ഇൻഫിനിറ്റി ആണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. 1ൽ നിന്നും 2വിലേക്കുള്ള എഡ്ജിൻ്റെ വെയ്റ്റ് അത് 8 പ്ലസ് 1ൻ്റെ ലേബൽ അതായത് 0, 8 + 0. ഓക്കെ, അതായത് 2 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഇപ്പോഴത്തെ ലേബൽ ഇൻഫിനിറ്റിയും പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന പുതിയ ലേബൽ, അതായത് ആ വെർട്ടെക്സിലേക്ക് 1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും അതിലേക്കുള്ള വെയിറ്റ് ആയിട്ടുള്ള 8ഉം പിന്നെ 1ൻ്റെ ലേബലിംഗ് ആയിട്ടുള്ള 0യും കൂടെ ആഡ് ചെയ്യുക. അതായത് 8 + 0. അപ്പോൾ ഇൻഫിനിറ്റി 8 + 0, അതായത് ഇൻഫിനിറ്റി 8 എന്ന് പറയുന്നതിൽ മിനിമം വാല്യൂ 8 ആണ്. മിനിമം ഓഫ് ഇൻഫിനിറ്റി 8 അതാണ് നമ്മൾ ഇനി 2വിന് അസൈൻ ചെയ്യേണ്ടത്. അതായത് 2വിൻ്റെ ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്കിനി മാറ്റിയിട്ട് 2വിന് പുതിയ ലേബലിംഗ് ആയിട്ടുള്ള 8 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 0യോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 എന്ന വെർട്ടെക്സിൻ്റെ പുതിയ ലേബൽ ഇപ്പോൾ 8 ആണ്. ഇനി അതുപോലെ തന്നെ 0യോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്ത വെർട്ടെക്സ് 1നോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്ത വെർട്ടെക്സ് 0 ആണ്. അതിൻ്റെ ലേബലിംഗ് ഇപ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയും 0യോട് 1ൽ നിന്നും 0യിലേക്കുള്ള വെയിറ്റ് 4, 1ൻ്റെ ലേബലിംഗ് 0, 4 + 0. 4 + 0യിൽ അതായത് ഇൻഫിനിറ്റി ആൻഡ് 4 അതിൽ മിനിമം 4 ആണ്. അപ്പോൾ നമ്മൾ ആ 4 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇൻഫിനിറ്റിക്ക് പകരം ഇനി 0യ്ക്ക് അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ 1 എന്ന് പറയുന്ന വെർട്ടെക്സിനോട് വീണ്ടും അഡ്ജസൻ്റ് ആയിട്ടുള്ളൊരു വെർട്ടെക്സും കൂടിയുണ്ട്. 7 എന്ന് പറയുന്ന വെർട്ടെക്സാണ്. 7ൻ്റെ ഇപ്പോഴത്തെ ലേബലിംഗ് ഇൻഫിനിറ്റി ആണ്. 7ലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് 11 ആണ്. 1ൽ നിന്നുള്ള പിന്നെ 1ൻ്റെ ലേബൽ 0ആണ്. അതായത് 11 + 0 11. അതായത് ഇൻഫിനിറ്റി 11 എന്ന് പറയുമ്പോൾ അതിലെ മിനിമം വാല്യൂ 11 ആണ്. ആ 11 ആണ് നമ്മളിനി 7 എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ 7 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലേബൽ മാറ്റിയിട്ട് നമുക്കവിടെ 11 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 1 പറയുന്ന വെർട്ടെക്സിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള 0,
2, 7 എന്നീ 3 വെർട്ടെക്സിൻ്റെയും ലേബലിംഗ് ഇപ്പം മാറിയിട്ട് അപ്പോൾ നമ്മളത് വീണ്ടും ഇവിടെ മാർക്ക് 0 ഓൾറെഡി നമ്മൾ പെർമനൻ്റ്ലി ലേബൽ ചെയ്തതുകൊണ്ട് ഇനി വീണ്ടും അത് എഴുതണം എന്നില്ല, എഴുതിയാലും കുഴപ്പമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് 0 എന്ന് പെർമനൻറ്റ് ലേബൽ ചെയ്ത വീണ്ടും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ 1നോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 1 എന്ന് പറയുന്ന വെർട്ടെക്സിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് ആയിട്ടുള്ള 2വിൻ്റെ വെയിറ്റ് ഇപ്പോൾ 8 ആണ്. അതുപോലെ 7ൻ്റെ വെയിറ്റ് ഇപ്പോൾ 11 ആണ്. അതുപോലെ 0യുടെ വെയിറ്റ് ഇപ്പോൾ 4 ആണ്. ബാക്കി ഒരു വെയിറ്റും ലേബലിങ്ങും മാറിയിട്ടില്ല. ആ ലേബലിങ് ഇൻഫിനിറ്റി എന്ന് തന്നെ കൊടുക്കാം. ഇപ്പം നമുക്കൊരു പുതിയ ലേബലിങ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മിനിമം ലേബലിങ് ഏതാണെന്ന് നോക്കാം. ഇതിനകത്ത് ഈ റോയിലെ മിനിമം ലേബലിംഗ് എന്ന് പറയുന്നത് 4 ആണ്. അത് 0 എന്ന വെർട്ടെക്സിൻ്റെ ലേബലിംഗ് ആണ്. അപ്പോൾ നമ്മൾ 0 എന്ന വെർട്ടെക്സ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പെർമനൻ്റ്ലി ലേബൽ ചെയ്യുന്നത്. ഓക്കെ, 0 എന്ന് പറയുന്ന വെർട്ടെക്സ് പെർമനൻ്റ്ലി ലേബൽ ചെയ്തതിന് ശേഷം 0യോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാണെന്ന് നോക്കുക. 0യോട് അഡ്ജസൻ്റ് ആയിട്ടുള്ളത് 7 ആണ്. 7 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് 11 ആണ്. അതിലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് 8ഉം 0 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ലേബലിംഗ് ആയിട്ടുള്ള 4ഉം കൂടെ ആഡ് ചെയ്യുമ്പം 8 + 4 നമുക്ക് 12 ആണ്. 12ലും 11ലും സ്മോളസ്റ്റ് നമ്പർ 11 തന്നെ ആയതുകൊണ്ട് 7ൻ്റെ ലേബലിംഗ് ഇപ്പോൾ മാറുന്നില്ല. അപ്പോൾ നമുക്ക് 7 വീണ്ടും 11 എന്ന് തന്നെ ലേബലിംഗ് വരുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേറൊരു ചേഞ്ചും ഇല്ല. 0 എന്ന് പറയുന്ന വെർട്ടെക്സിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറൊരു വെർട്ടെക്സും ഇല്ല. 1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടെങ്കിലും അത് ഓൾറെഡി നമ്മൾ പെർമനൻ്റ്ലി ലേബൽ ചെയ്തതാണ്, അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. 0യോട് ഇപ്പോൾ പുതുതായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 7 എന്ന വെർട്ടെക്സിൻ്റെ ലേബലിംഗ് 11 ആണ്. കാരണം 8 + 4 12 ആയതുകൊണ്ട് 11നേക്കാളും കൂടുതലായതുകൊണ്ട് മിനിമം ആണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 7 11 എന്ന് വന്നു, 7 11 തന്നെ വന്നു. പിന്നെ വേറെ ഒരു വെർട്ടെക്സിന് മാറ്റം വന്നിട്ടില്ല. ഈ 4 നമ്മൾ വീണ്ടും എഴുതേണ്ടതില്ല, അത് പെർമനൻ്റ്ലി ലേബലിംഗ് ആയതുകൊണ്ട്. ബാക്കി ഒരു വെയിറ്റിനും മാറ്റം വന്നിട്ടില്ല, ലേബലിങ്ങിനും മാറ്റം വരാത്തതുകൊണ്ട് അതെല്ലാം അതുപോലെ എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ റോയിൽ നോക്കുക. മൂന്നാമത്തെ റോയിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 8 ആണല്ലോ. അപ്പോൾ ആ 8നെയാണ് നമ്മൾ അടുത്ത് പെർമനൻ്റ്ലി ലേബൽ ചെയ്യേണ്ടത്. 8 എന്ന് പറയുന്നത് വെർട്ടെക്സ് 2വിൻ്റേതാണ്. അതായത് വെർട്ടെക്സ് 2 ആണിപ്പോൾ നമ്മൾ പെർമനൻ്റ്ലി ലേബൽ ചെയ്തിരിക്കുന്നത്. ഇനി 2വിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പെർമനൻ്റ്ലി ലേബൽ ചെയ്യാത്ത എല്ലാ വെർട്ടെക്സിനും പുതിയ ലേബലിംഗ് കൊടുക്കാം. അതായത് 2വിനോട് അഡ്ജസ്റ്റൻ്റ് 3 ആണ്. 3യുടെ ഇപ്പോഴത്തെ ലേബലിംഗ് ഇൻഫിനിറ്റി ആണ്. 3ലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് 7 പ്ലസ് 2 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ വെയിറ്റ് 8. 8 + 7 എന്ന് പറഞ്ഞാൽ 15. അതായത് ഇൻഫിനിറ്റി 15, അതിൽ 15 ആണ് മിനിമം. അതുകൊണ്ട് നമ്മൾ 3യുടെ ഇത് ഇൻഫിനിറ്റി വെട്ടി 15 എന്നാക്കുന്നു. ഓക്കെ, അപ്പോൾ 3ക്ക് പുതിയ ലേബലിംഗ് കിട്ടി, 15 ആയി. ഇനി വീണ്ടും 2വിൽ നിന്നും അടുത്ത എഡ്ജ് 5ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ 5ന് കിടക്കുന്നത് ഇൻഫിനിറ്റി ആണ്. 5ലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് 4. അതുപോലെ 2വിൻ്റെ ലേബലിംഗ് 8. 8 + 4 12. 12ഉം ഇൻഫിനിറ്റിയും വരും. അതിൽ നമുക്ക് 12 ആണ് മിനിമം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 5 എന്ന് പറയുന്ന വെർട്ടെക്സിന് ഇൻഫിനിറ്റി മാറ്റിയിട്ട് 4 + 8 12. അപ്പോൾ ഇൻഫിനിറ്റി മാറ്റി 12 ആയി. അടുത്തത് ഇതുപോലെ 2വിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള അടുത്ത വെർട്ടെക്സ് 8 എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. 8ന് ഇപ്പോൾ ഇൻഫിനിറ്റി ആണ് കിടക്കുന്നത്. അപ്പോൾ 8ൻ്റെ എഡ്ജ് 8ലേക്കുള്ള വെയിറ്റ് 2ഉം 2വിൻ്റെ വെയിറ്റ് 8 ലേബലിംഗ് 8ഉം കൂടെ കൂട്ടുമ്പം 8 + 2 10 വരും. അപ്പോൾ ഇൻഫിനിറ്റിയേക്കാളും ചെറുതായതുകൊണ്ട് 8ൻ്റെ വെയിറ്റ് ഇപ്പോൾ 10 ആയിട്ട് മാറി. അപ്പോൾ 2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് 3, 5, 8 ആയിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം ലേബലിംഗ് ഇപ്പം മാറി. പിന്നെ 1ലേക്കുള്ള എഡ്ജ് കൺസിഡർ ചെയ്യുന്നില്ല, ഓൾറെഡി ഇത് പെർമനൻ്റ് ലേബൽ ചെയ്തതാണ്, അതുകൊണ്ടാണ് നമ്മളതവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലേബലിംഗ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. 2വിൻ്റെ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. 2വിൽ നിന്നുള്ള എഡ്ജ് 3ലേക്ക്, അപ്പോൾ 3യുടെ ഇപ്പോഴത്തെ ലേബലിംഗ് 15 ആയി. ഇനി 2വിൽ നിന്നുള്ള അടുത്ത എഡ്ജ് 5ലേക്ക്, അതിൻ്റെ 12 ആയി. ഇനി 2വിൽ നിന്നുള്ള അടുത്ത എഡ്ജ് 8ലേക്ക്, അതിൻ്റേത് 10 ആയി. ബാക്കി ഒന്നിലും മാറ്റമൊന്നും വന്നിട്ടില്ല. ബാക്കിയെല്ലാം പിന്നെ 7 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വന്നിട്ടില്ല. അത് ഓൾറെഡി 11 ആണ് കിടക്കുക, അത് അതുപോലെ തന്നെ എഴുതുക. പിന്നെ ബാക്കി നമുക്ക് കിടക്കുന്ന ഇൻഫിനിറ്റി. ഓക്കെ, സോ നമ്മളിനി അടുത്ത റോയിലേക്ക് വന്നു. ഇനി ഈ റോയിലെ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. 10 ആണെന്ന് മനസ്സിലായി. 10നെ പെർമനൻ്റ്ലി മാർക്ക് ചെയ്യുക. 10 എന്ന് പറയുന്നത് ഏത് വെർട്ടെക്സിൻ്റെയാണ്? 8th വെർട്ടെക്സിൻ്റെയാണ്, വെർട്ടെക്സ് 8. അപ്പം അടുത്ത പെർമനൻ്റ്ലി മാർക്ക് ചെയ്യേണ്ടത് വെർട്ടെക്സ് 8 ആണ്.
വെർട്ടെക്സ് 8നോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് 7 അതിൻ്റെ ലേബലിംഗ് 11 ആണ്. പക്ഷേ ഈ 7ഉം 8ൻ്റെ ലേബലിംഗ് ആയിട്ടുള്ള 10ഉം കൂടെ കൂടുമ്പോൾ 17 ആണ് വരുന്നത്. 11ലും 17ലും മിനിമം 11 തന്നെ ആയതുകൊണ്ട് 7ൻ്റെ ലേബലിംഗ് ഇനി മാറ്റേണ്ട ആവശ്യമില്ല. 7 11 തന്നെ കിടക്കും. അപ്പോൾ 7ൻ്റെ ലേബലിംഗ് നമുക്ക് 11 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അടുത്തത് 8നോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് 6 ആണ്. 6ന് ഇപ്പോൾ ഇൻഫിനിറ്റി എന്നാണ് കിടക്കുക. അതിൻ്റെ എഡ്ജിൻ്റെ വെയിറ്റ് 6ഉം 8ൻ്റെ ലേബൽ 10 കൂടെ കൂട്ടുമ്പം 10 + 6 16 വരും. അപ്പോൾ 16 ആണ് മിനിമം. അപ്പോൾ 6 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ പുതിയ ലേബലിംഗ് 16 ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് 16 കൊടുക്കാം. അപ്പോൾ 6 എന്ന് പറയുന്ന വെർട്ടെക്സിന് 16 ആയി. പിന്നെ നമുക്ക് 5ന് വേറെ ഒരു 8നോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരു വെർട്ടെക്സ് ഇനി ഇല്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതുക. 12 ഇൻഫിനിറ്റി 15. 10 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. 10 ഓൾറെഡി നമ്മൾ പെർമനൻ്റ്ലി മാർക്ക് ചെയ്തു. ഇനി വരുന്ന ഇപ്പോഴത്തെ റോയിലെ മിനിമം വാല്യൂ 11 ആണ്. 11 വരുന്നത് ഏത് വെർട്ടെക്സിനാണെന്ന് നോക്കിക്കോളൂ. 7 എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. അപ്പോൾ നമ്മളത് പെർമനൻ്റ്ലി മാർക്ക് ചെയ്യുക. ഇനി 7ൽ നിന്നുള്ള എഡ്ജ് മാർക്ക് ചെയ്യാത്ത ഒരു വെർട്ടെക്സ് 6 ആണ്. 6ൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 16 ആണ്. 16 ആണ് ഇപ്പോഴത്തെ ലേബലിങ്. പക്ഷേ ഈ വെയ്റ്റും 6ലേക്കുള്ള എഡ്ജിൻ്റെ വെയ്റ്റും 7ൻ്റെ ലേബലിംഗ് ആയിട്ടുള്ള 11 കൂട്ടുമ്പോൾ 11 കൂട്ടുമ്പം 11 + 1 എന്ന് പറയുമ്പോൾ 12 ആണ്. 16ലും 12ലും വെച്ച് സ്മോളസ്റ്റ് നമ്പർ മിനിമം നമ്പർ 12 ആയതുകൊണ്ട് നമ്മളിവിടെ ഇനി 6 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഇപ്പോൾ കിടക്കുന്ന ലേബലിംഗ് 16 വെട്ടിയിട്ട് 11 + 1, ഈ 11 + 1 എന്ന് പറയുന്ന 12 ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് 6ൻ്റെ പുതിയ ലേബലിംഗ് വന്നു. 6ന് നമുക്ക് മിനിമം ആയിരിക്കും എപ്പോഴും. ഇവിടെ മുകളിലുള്ള ലേബലിങ്ങിനേക്കാളും ചെറുത് മാത്രമേ നമുക്ക് താഴെ കിട്ടുള്ളൂ. കാരണം മിനിമം വാല്യൂസാണ് ഓരോ പ്രാവശ്യം എടുക്കുന്നത്. അപ്പോൾ പുതിയ ലേബലിംഗ് വരുമ്പം അതിൻ്റെ പ്രീവിയസ് ലേബലിങ്ങിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ 16 മാറ്റിയിട്ട് നമ്മൾ 11 1 12 നമുക്കിപ്പോൾ പുതിയ ലേബലിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 7നോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ വെർട്ടീസസും കഴിഞ്ഞു. ബാക്കിയെല്ലാം മാർക്ക്ഡ് ആണല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പ് ഓക്കെ ആയി. ഇനി നമുക്ക് 7 ഓൾറെഡി മാർക്ക്ഡ് ആണ്. 5ന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 4ന് ഇൻഫിനിറ്റി തന്നെ, 3ക്ക് 15 തന്നെ. ഇനി കിട്ടിയിരിക്കുന്നതിനകത്ത് നമുക്ക് ഈ അടുത്ത റോയിൽ 2 12 ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 6 ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ 6 പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി 6ൽ നിന്നുള്ള എഡ്ജസ് നോക്കുക. 6ൽ നിന്നും 5ലേക്ക് മാത്രമേ ഒരു എഡ്ജ് ഉള്ളൂ. 5ൻ്റെ ലേബലിംഗ് ഇപ്പോൾ 12 ആണ്. 5ലേക്കുള്ള നമ്മൾ എഡ്ജിൻ്റെ വെയ്റ്റും 6ൻ്റെ ലേബലിങ്ങും കൂടെ കൂട്ടുമ്പം 12 + 2 എന്ന് പറയുമ്പോൾ 12 + 2 എന്ന് പറയുമ്പോൾ 14 ആണ്. 14ഉം 12ഉം നോക്കിയാൽ 12 തന്നെയാണ് മിനിമം. അതുകൊണ്ട് 5ൻ്റെ മാറ്റമൊന്നുമില്ല. അതായത് നമ്മൾ വീണ്ടും എഴുതുമ്പോൾ 5ൻ്റെ ലേബലിങ് നമുക്ക് 12 തന്നെയായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇനി 6ൽ നിന്നും വേറെ എഡ്ജൊന്നുമില്ല. ബാക്കി എല്ലാ വെർട്ടീസസിൻ്റെയും വെയിറ്റ് സെയിം തന്നെ, ലേബലിങ് സെയിം തന്നെ. ഓക്കെ, അതിന് അടുത്ത റോയിൽ വരുമ്പം വീണ്ടും നമുക്ക് മിനിമം വാല്യൂ 12 ആണ്. അപ്പോൾ ആ 12 ഏതിൻ്റെയാണെന്ന് നോക്കുക. അത് 5 എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. 5 എന്ന് പറയുന്ന വെർട്ടെക്സ് ഇനി 4ലേക്കും 3ലേക്കുമാണ് 2 എഡ്ജ് ഉള്ളത്. 5ൽ നിന്നും 4ലേക്കുള്ള എഡ്ജ് ഉണ്ട്. 4ന് കൊടുത്തിരിക്കുന്ന ഇൻഫിനിറ്റി ഇപ്പോൾ വെട്ടിയിട്ട് ആ എഡ്ജിൻ്റെ വെയിറ്റ് 10 + 5ൻ്റെ വെയിറ്റ് 12, 10 + 12 22 എന്ന് കിട്ടും. അതായത് 4 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഇൻഫിനിറ്റി മാറി 22 ആയി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും 5ൽ നിന്നും 3ലേക്കൊരു എഡ്ജുണ്ട്. പക്ഷേ അതിൻ്റെ വെയിറ്റ് 14 + 12 ചെയ്യുമ്പോൾ 26 ആണ് വരുന്നത്. അത് 15നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് 15ന് മാറ്റം വരുന്നില്ല. അപ്പോൾ 15 തന്നെ നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നോക്കുക. 15ലും 22ലും മിനിമം 15 ആണ്. 15 എന്ന് പറയുന്നത് വെർട്ടെക്സ് 3 ആണ്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേബൽ ചെയ്യുന്നു, പെർമനൻ്റ് ലേബൽ ചെയ്യുന്നു. ഇനി 3ൽ നിന്ന് 4ലേക്ക് മാത്രം ഇനി ഒരു എഡ്ജ് ഉണ്ട്. 4ൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് 22 ആണ്. ഇനി ഇവിടെ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ 9 + 15, 15 + 9 എന്ന് പറയുമ്പോൾ 24 ആണ്. 24ലും മിനിമം 22 ആയതുകൊണ്ട് 4ൻ്റെ വെയിറ്റിന് മാറ്റമില്ല, 22 എന്ന് തന്നെ കിടക്കും. ഓക്കെ, സോ വീണ്ടും എഴുതുന്നു 22. അപ്പോൾ അതും നമ്മൾ ഫൈനലി മാർക്ക് ചെയ്തു. ഇപ്പോൾ എല്ലാ വെർട്ടീസസും നമ്മൾ സ്ക്വയർ വെച്ച് ബ്രാക്കറ്റ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൈനലി ഒറ്റ വെർട്ടെക്സിലേക്ക് വന്നു. അതും നമ്മൾ മാർക്ക് ചെയ്തു, പെർമനൻ്റ്ലി ലേബൽ ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കാം. ഓരോ റോയിലും നമ്മൾ ഓരോ പ്രാവശ്യവും പെർമനൻ്റ് ലേബലിംഗ് കൊടുത്തിരുന്നു. ഫസ്റ്റ് റോയിൽ 1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് ലേബൽ ചെയ്തു. സെക്കൻഡ് റോയിൽ 0,
തേർഡ് വന്നപ്പോൾ 2 എന്ന് പറയുന്ന വെർട്ടെക്സ്, പിന്നീട് നമുക്ക് ഫോർത്ത് റോയിൽ വന്നപ്പോൾ 8 എന്ന് പറയുന്ന വെർട്ടെക്സ്, പിന്നെ 7, പിന്നെ 6, പിന്നെ 5, പിന്നെ 3, പിന്നെ 4. ഇങ്ങനെ നമ്മൾ എല്ലാ വെർട്ടെക്സിനെയും പെർമനൻ്റ്ലി ലേബൽ ചെയ്തു. ഇപ്പം നമ്മൾ ഈ സ്ക്വയറിൽ എഴുതിയിരിക്കുന്ന പെർമനൻറ്റ് ലേബലാണ് 1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും 5ലേക്കുള്ള ഡിസ്റ്റൻസ്, മിനിമം പാത്തിൻ്റെ ഡിസ്റ്റൻസ്. അതായത് 5 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് 1ൽ നിന്നുള്ള മിനിമം ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 5ൻ്റെ നേരെയുള്ള പെർമനൻറ്റ് ലേബലിംഗ് ആണ്. അതായത് ഈ 5 എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമനൻറ്റ് ലേബിലായിട്ടുള്ള 12 ആണ് ഇപ്പോൾ നമ്മുടെ 1ൽ നിന്നും 5ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ നമ്മൾ 0 കൊടുക്കുന്നത് ഏത് വെർട്ടെക്സിനാണെന്നുള്ളത്, സ്റ്റാർട്ടിങ് വെർട്ടെക്സിനാണെന്നുള്ളത് എപ്പോഴും ഓർക്കുക. അപ്പോഴാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടെക്സിന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഏത് വെർട്ടെക്സിൽ നിന്നാണോ മിനിമം പാത്ത് കണ്ടുപിടിക്കേണ്ടത് ആ വെർട്ടെക്സിനാണ് നമ്മൾ 0 എന്ന് അലോട്ട് ചെയ്യേണ്ടത്. ബാക്കി എല്ലാത്തിനും ഇൻഫിനിറ്റി എന്ന ലേബൽ ചെയ്ത് ഓരോ പ്രാവശ്യവും മിനിമം ലേബലുള്ളത് സെലക്ട് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ വൺസ് നമ്മൾ 0 സെലക്ട് ചെയ്ത് വീണ്ടും അത് എഴുതേണ്ട ആവശ്യമില്ല. 4 സെലക്ട് ചെയ്ത് എഴുതണ്ട, 8 സെലക്ട് ചെയ്തു പിന്നീട് നമ്മളത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, വീണ്ടും റിപ്പീറ്റഡായിട്ട് അത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 1ൽ നിന്നും 5ലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ഡിസ്റ്റൻസാണ്, അത് 12 ആണ്. ഇനി നമുക്ക് ആ പാത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 12ൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ 12 എന്ന് പറയുന്ന 12ൽ നിന്നും നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എവിടെ വെച്ചാണ് നമ്മൾ 12 എന്ന് പറയുന്ന വാല്യൂ മാറുന്നതെന്ന് നോക്കുക. അതായത് 12 എന്ന് പറയുന്ന വെർട്ടെക്സ് 5 ആണല്ലോ, 5 ടു 12ൽ നിന്നും എവിടെ വരെ എത്തുമ്പോഴാണ് 12 ചേഞ്ചായി മാറുന്നതെന്ന് നോക്കുക. ഈ 12 എന്ന് പറഞ്ഞ ലേബിൾ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ലൈനിലെ പെർമനൻറ്റ് ലേബൽ ഏതാണെന്ന് നോക്കുക. അത് കറസ്പോണ്ടിങ് ടു ദ വെർട്ടെക്സ് 2 ആണ്. അപ്പം നമ്മൾ 5ൽ നിന്നും 2ലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വീണ്ടും 8 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും മുകളിലേക്ക് പോവുക. ഈ 8 എവിടെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. 8 ചേഞ്ച് ചെയ്ത് ഇൻഫിനിറ്റി ആയിരിക്കുന്ന റോ നോക്കുക. ആ റോയിലെ പെർമനൻറ്റ് ലേബൽ എന്ന് പറയുന്നത് 0 ആണ്. അത് 1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2ൽ നിന്നും 1ലേക്ക്, അപ്പോൾ ഇതാണ് നമ്മുടെ പാത്ത്. 5 എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നും 2ലേക്ക്, അവിടെ നിന്ന് 1ലേക്ക്. അങ്ങനെ ഒരു പാത്ത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. 5ൽ നിന്നും നമ്മൾ 2ലേക്ക് പോകുന്നു. ഓക്കെ, 2ൽ നിന്നും നമ്മൾ 1ലേക്ക് പോകുന്നു. അതിൻ്റെ വെയിറ്റ് ആഡ് ചെയ്ത് നോക്കിയേ, ഇത് 4, ഇത് 8, അതായത് 12. 8 + 4 12. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ ഐഡിയ. അപ്പോൾ നമുക്ക് ഒരേ സമയം ഫിഗറിലും മാർക്ക് ചെയ്യാം, ടേബിളും വരയ്ക്കാം. ടേബിൾ മാത്രം വരച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് ഗ്രാഫിൽ തന്നെ മാർക്ക് ചെയ്ത് പോകണമെന്നില്ല, ടേബിളിൽ മാത്രമായിട്ട് വേണമെങ്കിലും മാർക്ക് ചെയ്ത് പോകാം. നമുക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത്, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ പാരലലായിട്ട് ചെയ്തു പോകാം. പാത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് വെർട്ടെക്സിൽ നിന്ന് വേണം പുറകോട്ടേക്ക് പോകാൻ. എവിടെയാണോ മാർക്കിങ് ചേഞ്ച് ചെയ്യുന്നത് ആ ചേഞ്ച് ചെയ്യുന്ന പെർമനൻറ്റ് ലേബൽ ചേഞ്ച് ആവുന്ന ആ പർട്ടിക്കുലർ റോയിലെ പെർമനൻറ്റ് ലേബൽ നോക്കുക. വീണ്ടും അതിൻ്റെ പുറകോട്ട് പോവുക, അതിൽ ആ റോയിൽ പെർമനൻറ്റ് ലേബൽ നോക്കുക. അങ്ങനെ പുറകോട്ട് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ പാത്ത് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.